പരിചയപ്പെടാം. എന്താ പേര്? അനിലകുമാരി. സ്ഥലം എവിടെയാ? പുത്തൂര്, കൊല്ലം. എന്തിനിപ്പോ? ഞാനൊരു ബാങ്കില് പിയൂണായിട്ട് വർക്ക് ചെയ്യാം. ഞാൻ സ്നേഹ, ഞാൻ അമ്മയുടെ മോളാണ്. കൊട്ടാരക്കര പുത്തൂര് തന്നെ സ്ഥലം. ഗോപിക, സ്ഥലം പുത്തൂര് തന്നെ. അമ്മയുടെ മോളാണോ? കുഞ്ഞമ്മയാണ്. എന്ത് ചെയ്യുന്നു നിങ്ങളൊക്കെ? ഞാൻ വർക്ക് ചെയ്യാണ്. ഞാൻ സെൻട്രൽ ഗവൺമെന്റിൽ വർക്ക് ചെയ്യാണ്. ജോലിയൊന്നുമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് പ്രോഗ്രാം എന്ന് പരിചയപ്പെടുത്താം. 10 രസകരമായ കുസൃതി ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. മനസ്സിലുള്ള ആൻസർ പറയണം, മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കരുത്. 20 സെക്കൻഡിലുള്ള അറിയാവുന്ന ആൻസർ പറയാൻ ശ്രമിക്കുക. കൂടുതൽ ആരാണോ പറയുന്നത്, നിങ്ങൾ 3 പേര് സെപ്പറേറ്റ് ആയിട്ടാണ് മത്സരിക്കുന്നത്. കൂടുതൽ ആരാണോ പറയുന്നത് അവരാണ് ഇന്നത്തെ ഈ പ്രോഗ്രാമിൻ്റെ വിജയി. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. ആദ്യ ക്വസ്റ്റ്യൻ: റേഷൻ കടയിൽ കിട്ടാത്ത റേഷൻ, ആശുപത്രിയിൽ കിട്ടുന്ന റേഷൻ എന്താണ്? ഓപ്പറേഷൻ. കറക്റ്റ് ആൻസർ. ഇവിടെ ഒരാൾ ക്വസ്റ്റ്യൻ കേൾക്കാതെ തലയിൽ ഇങ്ങനെ വെച്ച് എന്താ ക്വസ്റ്റ്യൻ അങ്ങനെ കേട്ടോണ്ടിരിക്കുക. സ്കോർ ചെയ്ത് കുഞ്ഞമ്മാക്കി ജയ്. അത് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. രാമൻ തെങ്ങിൽ കയറി, അതെന്ത് കാലം? ഭൂതകാലം. രാമൻ തെങ്ങിൽ നിന്ന് വീണു, എന്ത് കാലം? കഷ്ടകാലം. കുഞ്ഞമ്മ വീണ്ടും അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ഇനിയൊക്കെ പറഞ്ഞു ഒന്നും പറയാൻ പറ്റില്ല. അതിനെ കണ്ണ് വിട്ട്. പക്ഷികൾ എന്തുകൊണ്ടാണ് കരയുന്നത്? ചുണ്ടുകൊണ്ട്. കുറച്ചുകൂടെ ആപ്റ്റായിട്ട് ചുണ്ടുകൊണ്ട് നമുക്ക് കൊടുക്കാം അല്ലേ? ചുണ്ടുകൊണ്ട് നമുക്ക് കൊടുക്കാം, അല്ലെങ്കിൽ വാ കൊണ്ടെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയാം. ഓക്കെ, കറക്റ്റ് ആൻസർ ആണ്. ചുണ്ടുകൊണ്ട്. നമുക്കാണ് വാ ഉള്ളത്, പക്ഷികൾക്ക് സത്യം പറഞ്ഞാൽ ചുണ്ടാണുള്ളത്. യെസ്. അപ്പോൾ 3 ക്വസ്റ്റിൻ്റെ ആൻസറായി. അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട 6. കഴിക്കുന്ന സാധനം, കുടിക്കുന്ന സാധനം, ചോറിലൊക്കെ ഇട്ട് ഇങ്ങനെ ഇളക്കി. സാമ്പാർ. കറക്റ്റ്. രണ്ടുപേരും കൂടെ ക്വസ്റ്റ്യൻ പറയുമ്പോഴത്തേക്ക് ഇങ്ങനെ ഭയങ്കര ഇതായിട്ട് എക്സൈറ്റ്മെന്റ് ഇരിക്കും. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. തറയ്ക്കാൻ പറ്റാത്ത ആണി എന്താണ്? അതും കഴിക്കുന്ന സാധനം. ബിരിയാണി. കുഞ്ഞമ്മ വീണ്ടും സ്കോർ ചെയ്യാണ്. കുഞ്ഞമ്മ എന്ത് ചെയ്യുന്നു ഇപ്പോൾ? ബാങ്ക് ജോലി ചെയ്യുന്നു. ബാങ്കിൽ പിയൂണായിട്ട്. കറക്റ്റ് ആണ്. പാട്ട് പാടും? ഇല്ല. പക്ഷെ ഫേസ് കണ്ടിട്ട് പാട്ട് പാടുന്ന ഒരാളെ പാടുമല്ലേ? പാട്ടൊന്നും ശരിയാവട്ടെ. അതെന്താ ശരിയാവത്തെ? എന്തേ നീ കണ്ണ എനിക്കെന്തേ തന്നില്ല, കൃഷ്ണ തുളസി കതിരായി ജന്മം. തീർന്നു. കുഴപ്പമില്ല, നല്ല അടിപൊളി സോങ്. മോള് വരെ താണ്ടേ എത്തി നോക്കുന്നു. ഇത് ആര് പാട്ട് പാടുന്നതെന്ന് പറഞ്ഞല്ലേ? അമ്മ പാട്ട് പാടി നോക്കളെ. കൊച്ചു ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നത്. വീട്ടിൽ പാട്ടൊന്നും പാടാറില്ലേ? ഇല്ല. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഏത് വമ്പനം തല കുനിക്കുന്ന ഒരു സ്ഥലമുണ്ട്? ഏതാണെന്നറിയാം? ഒരാൾ കൂടി മത്സരിക്കാൻ വന്നിട്ടുണ്ട്. ഏത് വമ്പനും തല കുനിക്കുന്ന ഒരു സ്ഥലം? ഏത് സ്ഥലം? തല കുനിക്കുന്ന സ്ഥലം? അമ്പലമല്ല. ഇല്ല, ഏതോ ഒരു സ്ഥലം, ഒരു ഷോപ്പാണത്. ബാർബർ ഷോപ്പാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഗാന്ധിജി ഇല്ലേ, ചെറുപ്പത്തിൽ ആരായിരുന്നു? കുട്ടിയായിരുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഡോക്ടർമാരായ അച്ഛനും അമ്മയ്ക്കും ജനിക്കുന്ന കുഞ്ഞുങ്ങളില്ലേ, അവർ എന്തായിരിക്കും? കുട്ടികൾ എന്തായിരിക്കും? ഓക്കെ, കറക്റ്റാണ്. കുട്ടികളായിരിക്കും എന്ന് ആരാ ആദ്യം പറഞ്ഞത്? കുട്ടികളായിരിക്കും. എന്ത് കുട്ടിയായിരിക്കും? അല്ല, കുട്ടികളാകും. പിന്നെ കുട്ടികളായിരിക്കും. ഡോക്ടർമാരായ അച്ഛനും അമ്മയ്ക്കും ജനിക്കുന്ന കുട്ടികൾ എന്താകും? മനുഷ്യക്കുട്ടികളായിരിക്കും. അല്ല, എല്ലാം കറക്റ്റ് ആൻസർ ആണ്. ഓക്കെ, കുട്ടികളായിരിക്കും. അതിന് നമുക്ക് ഓക്കെ അത് കൊടുക്കാം. അവിടെ ഉദ്ദേശിച്ച ആൻസർ അല്ലെങ്കിൽ അതിനൊരു ഇത് പറയാം. കുട്ടികളായിരിക്കും. എന്ത് കുട്ടികളായിരിക്കും?
എന്ത് കുട്ടികളാവും ആണാവാം പെണ്ണാവാം. ആണാവും പെണ്ണാവും, അതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് ഞാൻ കൊണ്ടുവന്നത്. അപ്പോൾ ആൺകുട്ടിയോ അല്ലെങ്കിൽ പെൺകുട്ടിയോ ആയിരിക്കും. സാധാരണ ഈ ഒരു ക്വസ്റ്റ്യൻ ഡോക്ടർമാരെ അച്ഛനും അമ്മയ്ക്കും ജനിക്കുന്ന കുട്ടികൾ, അപ്പോൾ ചിലർ പറയും ഡോക്ടറോ വക്കീലോ അങ്ങനെയൊക്കെ പറയും, അതാണ് ഉദ്ദേശിച്ചത്. പക്ഷെ നിങ്ങൾക്കത് ബുദ്ധി കൂടുതലായതുകൊണ്ട് നിങ്ങൾ എന്നെ മറിച്ചിട്ടു. അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. മനുഷ്യനും കഴുതയും തമ്മിലുള്ള വ്യത്യാസം. മനുഷ്യനും കഴുതയും മനുഷ്യനും കഴുതയും അല്ല കഴുതപ്പുറത്തു അല്ലല്ലേ മനുഷ്യനും കഴുതയും തമ്മിലുള്ള വ്യത്യാസം. വ്യത്യാസം മനുഷ്യന് മനുഷ്യന് എന്തുവാ കഴുത നമ്മളെ ചുമക്കുന്നുണ്ട്. അത് അങ്ങനെയല്ല. അല്ലല്ല, അത് ക്ലൂ തന്നാ ആൻസർ ആയി. അതിന് പ്രത്യേകിച്ച് ക്ലൂ തന്നാ ഇപ്പൊ ആൻസർ കിട്ടും എനിക്ക്. മനുഷ്യനും കഴുതയും തമ്മിൽ വ്യത്യാസം. ടൈം ഉണ്ടായി. മനുഷ്യൻ ചില നേരത്ത് കഴുതയാകാറുണ്ട്, വന്നതാ. അത് പറയണമായിരുന്നു, അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞ. മനസ്സിൽ ആൻസർ വെച്ചോണ്ടിരിക്കരുത്, പറയണം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ആർക്കും ഇല്ലാതിരിക്കുന്ന ശ്വാസം. ഇപ്പോഴത്തെ ഈ ഒരു കാലത്ത് ആർക്കും ഇല്ലാതിരിക്കുന്ന ശ്വാസം. കറക്റ്റ് ആൻസർ. ഇവിടെ ആന്റി 4 ക്വസ്റ്റ്യൻ ആൻസർ പറഞ്ഞു. 4 ക്വസ്റ്റ്യൻ ആൻസർ ആയി. 3 ബാക്കി 5 ക്വസ്റ്റ്യൻ ആൻസർ. ഓക്കെ, എന്തായിരുന്നു പേര്? അനിലകുമാരി. അപ്പോൾ ഇന്നത്തെ ഇഞ്ചോടിഞ്ച് പ്രോഗ്രാമിന്റെ വിജയി നമ്മുടെ സ്വന്തം അനിലകുമാരി ആന്റിയാണ്. ആന്റി 10 ക്വസ്റ്റ്യൻ 5 ക്വസ്റ്റ്യൻ്റെ ആൻസർ പറഞ്ഞു. ഓ മൈ ഗോഡ്. അപ്പോൾ ഇന്ന് ആന്റിയുടെ ബർത്ത്ഡേയും കൂടിയാണ്. അപ്പോൾ ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് പ്ലസ് നമ്മുടെ ഇതിൻ്റെ ഗിഫ്റ്റ് എല്ലാം കൂടെ ഒരുമിച്ചുള്ള ഒരു പരിപാടിയാണ്. അപ്പോൾ സമ്മാനം നൽകുന്നതിന് വേണ്ടി വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ചെറിയൊരു സ്നേഹോപകാരമാണ് നൽകുന്നതിന് വേണ്ടി കേരള മീഡിയ പേഴ്സൺസ് യൂണിയൻ്റെ സ്റ്റേറ്റ് ലെവൽ പ്രസിഡന്റും ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ഡിസ്ട്രിക്ട് ലെവൽ പ്രസിഡന്റുമായ ഹർഷകുമാർ അവരെ ക്ഷണിച്ചുകൊള്ളുന്നു. അപ്പോൾ ഇന്നത്തെ ഇഞ്ചോടിഞ്ച് പ്രോഗ്രാം അവസാനിക്കും മുമ്പ് ഹാപ്പി ബർത്ത്ഡേ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ ബൈ.